ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് സമൂസയ്ക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. ഇവിടെ ബീഫ് നമ്മൾ മസാലയിട്ട് വേവിച്ച് അത് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ബീൻസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. നമ്മൾ മസാലയിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തതാണ്, എന്നാലും സവാളയിൽ നമുക്ക് കുറച്ച് ചേർക്കാണ്ട് ഇത് നമുക്ക് റെഡിയാക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. നമ്മൾ അളവൊന്നുമില്ല, കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. അതൊന്ന് ചൂടാവണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഈ സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വേവണം. നല്ലോണം ഒന്ന് വെന്തതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള മസാല ചേർക്കേണ്ടത്. സവാളയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് സവാള വേവിക്കാൻ. ചെറിയ തീയിൽ നമ്മൾ അടച്ചിടാനുണ്ട്. കുറച്ച് നേരം ഒരു 3 മിനിറ്റ് സവാള ഒന്ന് വേവണം. വെന്തതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ റെഡിയായി. അപ്പോൾ ഒരു 1/2 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. അത് നമ്മൾ മസാലയിൽ ഇറച്ചി ബീഫ് വേവിച്ചപ്പോൾ അതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഈ സവാളയിലേക്ക് കുറച്ചിട്ടതാണ്. ഇപ്പോൾ സവാള റെഡിയായി വരുമ്പോൾ നമ്മൾ ഇടുന്നത് മസാലയൊക്കെ റെഡിയാക്കിയതാണ് ഇടാൻ പോകുന്നത്. നമ്മൾ ഈ മസാല കൂട്ടെല്ലാം കൂടി അതിലേക്ക് ഇടണം. നമ്മുടെ മസാലക്കൂട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചിട്ട് കൊടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് 1 സ്പൂണ് പെരുംജീരകമാണ്. അപ്പോൾ അത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം. എല്ലാം കൂടി മിക്സ് ആവണം. സവാളയും മസാലയും ഗ്രീൻ പീസും എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ചിക്കനും ഉണ്ടാക്കാം, നമുക്ക് വെജിറ്റബിൾ വെച്ച് ഉണ്ടാക്കാം, ബീഫ് വെച്ച് ഉണ്ടാക്കാം. നമുക്ക് ഏത് ആണ് ഇഷ്ടം അത് വെച്ച് നമുക്ക് സമൂസയ്ക്ക് മസാല ഉണ്ടാക്കാം. ബീഫ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. നല്ല വെന്ത ബീഫാണെങ്കിൽ. അത് വേവാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ കഴുകിയിട്ട് മിക്സിയിലിട്ട് ബീഫ് അരച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം, വേവിച്ചുണ്ടാക്കാൻ പറ്റും. വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് ഇടേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും കരിവേപ്പിലയും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് ഫില്ല് ചെയ്യുന്നതാണ് ഇനി കാണിക്കാനുള്ളത്. അത് നമുക്ക് കാണാം. നമ്മുടെ സമൂസ ഇവിടെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കോണോട് കോണ് വെച്ചിട്ട് ഇതിലേക്ക് മസാല നിറയ്ക്കണം. മസാല നിറച്ച് ഇങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും ഞങ്ങൾ സമൂസ സെറ്റ് ചെയ്ത് വയ്ക്കലാണ്. 1 മാസം നമുക്ക് ഒരു കേടും കൂടാതിരിക്കും. അല്ല, അന്നന്ന് ഉണ്ടാക്കുന്നവർക്ക് അന്നന്ന് ഉണ്ടാക്കാം. പിന്നെ സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സേവ് ചെയ്യാം. സമയത്ത് ഒരു 5 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വയ്ക്കുക, എന്നിട്ട് പൊരിക്കുക. നല്ല ഫ്രഷായിട്ടിരിക്കും, ഒരു കേടും കൂടാതെ. ഇപ്പോൾ നമ്മുടെ സമൂസ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ നമ്മളൊന്നുകൂടി കാണിക്കുകയാണ്. ഇങ്ങനെ കുമ്പള കൂട്ടുക, അതിനകത്ത് മസാല കോരി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് മസാല വെച്ചാൽ മതി. ഇപ്പം ഞങ്ങൾക്ക് മസാല കുറേ ഉണ്ട്, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ റമദാൻ്റെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. എല്ലാ റമദാനും ഞങ്ങൾ സമൂസ ഉണ്ടാക്കലുണ്ട്. അപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങാതെ നിങ്ങൾ സാധനം വാങ്ങി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ പറ്റും. വെജിറ്റബിളിൻ്റെ ഉണ്ടാക്കാം, ചിക്കൻ ഉണ്ടാക്കാം, ബീഫ് ഉണ്ടാക്കാം. അപ്പോൾ മൈദ പൊടി ഞങ്ങൾ കലക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഒട്ടിക്കുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അസ്സലാമു അലൈക്കും.